സ്പോർട്സ് റേഡിയോ മലയാളത്തിന്റെ സ്പോർട്സ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ്സ് ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റ് മാച്ചുമായി ബന്ധപ്പെട്ടതാണ്. ലോർഡ്സിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെ ഇന്നിംഗ്സിനും 114 റൺസിനും തകർത്ത് ഇംഗ്ലണ്ട്. ഇതിഹാസ താരം ആൻഡേഴ്സൺ വലിയ വിജയത്തോടുകൂടെ ഇംഗ്ലണ്ട് കുപ്പായം അഴിച്ചു. മത്സരത്തിൽ 4 വിക്കറ്റ് നേടിയതോടെ 704 എന്ന മാന്ത്രിക നമ്പറിൽ ആൻഡേഴ്സൺ തന്റെ വിക്കറ്റ് നേട്ടം എത്തിച്ചു. ആദ്യ ഇന്നിംഗ്സിൽ 7ഉം രണ്ടാം ഇന്നിംഗ്സിൽ 5ഉം വിക്കറ്റ് നേടി തന്റെ ആദ്യ മത്സരം തന്നെ അവിസ്മരണീയമാക്കിയ അറ്റ്കിൻസൺ ആണ് കളിയിലെ താരം. ജൂലൈ 18-ന് ട്രെന്റ് ബ്രിഡ്ജിലാണ് അടുത്ത മത്സരം. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റായ ഡൂറൻ ടൂർണമെന്റ് 133-ാം സീസണിനുള്ള ഒഫീഷ്യൽ ഫിക്ചർ പുറത്ത്. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 31 വരെ നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ 24 ടീമുകൾ ഏറ്റുമുട്ടും. ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാർ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഹീറോസ് എഫ്സിയെ നേരിടും. മുംബൈ സിറ്റി എഫ്സിയും പഞ്ചാബ് എഫ്സിയും അടങ്ങുന്ന ഗ്രൂപ്പ് സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഓഗസ്റ്റ് 1-ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിയെ നേരിടും. മത്സരങ്ങൾ സോണി സ്പോർട്സ് നെറ്റ്വർക്കിലും സോണി ലൈവ് OT പ്ലാറ്റ്ഫോമിലും കാണാൻ സാധിക്കും. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് 2025-ൽ സൗദി അറേബ്യയിൽ നടക്കുമെന്ന് IOC അറിയിച്ചിരിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായി നടന്ന IOC എക്സിക്യൂട്ടീവ് ബോഡിയിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി സ്പോർട്സിലെ സാധ്യതകളെ പറ്റി പഠിക്കാൻ മുൻപൊരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. സ്പോർട്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ അടുത്ത അപ്ഡേറ്റ് ISLുമായി ബന്ധപ്പെട്ടതാണ്. ISL ചരിത്രത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായ ഹൂഗോ ബൗമസ് ഒഡീഷ FCയിൽ ടീം തന്നെയാണ് ഇത് ഒഫീഷ്യലായി അറിയിച്ചത്. 1 വർഷത്തെ കരാറിനാണ് താരം ഒഡീഷയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ താരമായിരുന്ന ഹൂഗോ ബൗമസ് പരിശീലകൻ ഹബാസുമായുള്ള പ്രശ്നം കാരണം സീസന്റെ പകുതിക്ക് വെച്ച് ടീമിൽ നിന്ന് പുറത്തായിരുന്നു. താരം വരുന്നതോടുകൂടി ഒഡീഷ FCയുടെ മധ്യനിര കുറച്ചുകൂടി ശക്തമാകും. ഇന്നത്തെ അവസാനത്തെ അപ്ഡേറ്റ് വേൾഡ് ചാമ്പ്യൻസ് ഓഫ് ലെജൻഡ്സ് 2024മായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു ഇന്ത്യൻ പാകിസ്ഥാൻ ഫൈനലിന് കളമൊരുങ്ങിയിരിക്കുന്നു. ഇന്നലെ നടന്ന സെമിയിൽ ഓസ്ട്രേലിയ ചാമ്പ്യൻസിനെ ഇന്ത്യൻ ചാമ്പ്യൻസ് 86 റൺസിന് തകർത്ത് ഫൈനലിലോട്ട് കടന്നു. 28 ബോളിൽ 59 റൺസും എടുത്ത് യുവരാജാണ് കളിയിലെ താരം. നിശ്ചിത 20 ഓവറിൽ ഇന്ത്യ 254 റൺസ് എടുത്തു. ഇന്ത്യക്ക് വേണ്ടി പത്താൻ സഹോദരന്മാരും ഉത്തപ്പയും അർദ്ധ സെഞ്ചുറി നേടി. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയൻ ഇന്നിംഗ്സ് 20 ഓവറിൽ 168 റൺസിന് അവസാനിച്ചു. വെസ്റ്റ് ഇൻഡീസ് ചാമ്പ്യന്മാരെ 20 റൺസിന് തകർത്ത് പാകിസ്ഥാൻ ചാമ്പ്യന്മാരും ഫൈനലിലോട്ട് കടന്നു. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9 മണിക്കാണ് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ ഫൈനൽ. സ്റ്റാർ സ്പോർട്സിൽ മത്സരം ടെലികാസ്റ്റ് ചെയ്യുന്നതാകും. കായിക ലോകത്തിലെ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.